Dear students, I wish to deal again a few more problems in fourth module. First module we discussed റിയാക്ഷൻ കാണാനുള്ള പ്രോബ്ലം പഠിച്ചു. അതുപോലെ ഒരു ലാമീസ് തിയറത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ അതിനകത്ത് സെൻട്രോയിഡ് കാണാൻ പഠിച്ചിട്ട് കോളം ടേബിൾ വരച്ചിട്ട് ചെയ്യുക, അങ്ങനെ ആകുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യത കുറവാണ്. അതുപോലെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ കുറച്ച് തിയറീസ് വരുന്നുണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ, ഇങ്ങനെ മൈൽഡ് സ്റ്റീൽ ബാറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതിനകത്ത് നമ്മൾ ഈ ഡീഫോർമേഷൻ ഡെൽറ്റ എൽ പി എൽ ബൈ എ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തു. അതുപോലെ ടെമ്പറേച്ചർ സ്ട്രെസ്സസ്, അതിലുള്ള റിലേഷനാണ് പി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എ. സ്ട്രെസ്സാണ് എഫ്, പി ലോഡാണ്, അങ്ങനെ എഫ് ഇൻറ്റു ഏരിയ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അത് വെച്ചിട്ടുള്ള റിലേഷൻ വെച്ചിട്ട് ചെയ്യാനുള്ള ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷനാണ്. അത് വെച്ചിട്ടുള്ളൊരു റിലേഷൻ. അതുപോലെ ടെമ്പറേച്ചർ സ്ട്രെസ് എഫ് ഇൻറ്റു ഇ ആൽഫ ടി, അത് വെച്ചിട്ടുള്ള ചെയ്തു. പിന്നെ അതിനകത്ത് സഡൻലി അപ്ലൈഡ് ലോഡാണെങ്കിൽ 2p by am, സ്ട്രെസ് സഡൻലി അപ്ലൈഡ് ലോഡാണ് 2p by am. ഗ്രാജുവലി ആണെങ്കിൽ p by am. പിന്നെ അത് സ്ട്രെയിൻ എനർജി റെസിലിയൻസ് യു എഫ് സ്ക്വയർ വി ബൈ 2e. അതുപോലെ നമ്മളതിനകത്ത് അത് ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, അതുപോലെ പ്രൂഫ് റെസിലിയൻസ് പറഞ്ഞ ടേം പഠിച്ചു. റിജിഡിറ്റി മോഡ്, ബൾക്ക് മോഡുലസ്, പിന്നെ യങ്സ് മോഡുലസ്, അതുകൊണ്ട് അതിനകത്തുള്ളത്. ഇതൊക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. സെയിം ക്വസ്റ്റ്യൻ, സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്യാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. ഞാൻ 15 മാർക്കിന് ഉള്ള മാർക്ക് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് നിന്ന് അതാണ് വരുന്നത്. ഫോർത്ത് മൊഡ്യൂളിൽ ഫോർത്ത് മൊഡ്യൂളിൽ 5 മാർക്കിന് സ്റ്റേറ്റ് അസംഷൻ ഓഫ് പ്യുവർ ടോർഷൻ ചോദിക്കുന്നുണ്ട്. ലിസ്റ്റ് അസംഷൻ ഓഫ് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് ചോദിക്കുന്നുണ്ട്. തിയറി നിങ്ങൾ നോക്കുക. അതുപോലെ റൈറ്റ് അസംഷൻ മെയ്ഡ് ഇൻ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്, അതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്. ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ്. ഇനി നമ്മൾ ഇപ്പോൾ ഡീൽ ചെയ്യുന്ന മുമ്പ് ചെയ്ത പ്രോബ്ലത്തിനെ പോലുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് സർക്കുലർ പൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ഡയമീറ്റർ 70 mm. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിനെ പോലുള്ള പ്രോബ്ലം തന്നെയാണ്. സർക്കുലർ പൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ഡയമീറ്റർ 70 mm ആൻഡ് തിക്നെസ് 8 mm. സർക്കുലർ പൈപ്പാണ്, ഡയമീറ്റർ 70 mm ആണ്, തിക്നെസ് 8 mm ആണ്. അങ്ങനെ തിക്നെസ്സും ഡയമീറ്ററും തരികയാണെങ്കിൽ തിക്നെസ് എന്തൊക്കെയാണെങ്കിൽ അതിൻ്റെ ഹോളോ എന്ന് നമുക്ക് മനസ്സിലാക്കും. ഹോളോ സർക്കുലർ പൈപ്പാണ്. is used as a simply supported over an effective span 2.5 meter. അതിൻ്റെ സ്പാന് 2.5 ആണെന്ന് പറഞ്ഞ്, സ്പാന് 2.5 ആണ്. ഫൈൻഡ് ദി മാക്സിമം കോൺസെൻട്രേറ്റഡ് ലോഡ് ദാറ്റ് ക്യാൻ be applied at the center of span if the permissible stress is tube is 150. F 150 ആണെങ്കിൽ പെർമിസിബിൾ സ്ട്രെസ് 150 ആണെങ്കിൽ അതിൻ്റെ ലോഡ് എത്ര എടുക്കാൻ പറ്റി, പി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കറക്റ്റ് സെൻറ്ററിലാണ് നമ്മുടെ ഇതുള്ളത്, ലോഡുള്ളത് പി ആണ്. മുമ്പ് ചെയ്ത പ്രോബ്ലത്തിനെ പോലെയുള്ള പ്രോബ്ലം തന്നെയാണ്, പക്ഷേ ഇത് സർക്കുലർ ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡയമീറ്റർ 70 തന്നു, L 2.5, അപ്പോൾ 2500 mm, T 8 mm, F 150 Nm/mm². സ്മോൾ ഡി -2T ആണ്. അപ്പോൾ നമുക്ക് സ്മോൾ ഡി 54 mm എന്ന് കിട്ടും. Y 70/2 35 mm, അതായത് സെക്ഷൻ
വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റൻസ് ഓഫ് ന്യൂട്രൽ ആക്സിസ് അത് വൈ d/2 ആണ്. d/2 ന്യൂട്രൽ ആക്സിസിലേക്ക് ഡിസ്റ്റൻസ്. അത് നമ്മൾ ഫേമസ് ബെൻഡിങ് ഇക്വേഷൻ ഈ മൊഡ്യൂളിനകത്ത് ആകെ ഇക്വേഷൻ വരുന്നുള്ള ബെൻഡിങ് ഇക്വേഷൻ ഈ ടൈപ്പ് ഇത്രയും ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പിന് വരുന്നത് m/i=f/y d/r എന്നുള്ള ഇക്വേഷൻ. അത് നമ്മൾ അതിൻ്റെ സർക്കുലാറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ π/64 d⁻⁻⁻⁴ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കിട്ടും. അതുപോലെ m/P/AB/L ആണ് മൊമെൻറ്റ്. P/AB/L ആണ്. P ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പോൾ എം നമുക്ക് കിട്ടി. എം എങ്ങനെ കിട്ടുക? അത് ബെൻഡിങ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ F150 ആണ് തന്നിട്ടുണ്ട്, y 35 ആണ്. I നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ ന്യൂട്ടൺ mm നമുക്ക് മൊമെൻ്റ് കിട്ടും. ഇനി നമ്മൾ മൊമെൻറ്റിൻ്റെ വാല്യൂ കൊടുത്തിട്ട് P കണ്ടുപിടിക്കുന്നത്. P എം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷന് ഇക്വേറ്റ് ചെയ്യുക. ഈ രണ്ട് ഇക്വേഷന് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ P 1250 ഇൻറ്റു 1250 അല്ലെങ്കിൽ ഇതിന് P/L² അങ്ങനെ അടിച്ചാൽ PAB ഇക്വേഷൻ. ഇത് രണ്ട് ഡിസ്റ്റൻസ് 1250 ആയതുകൊണ്ട് 1250 ടോട്ടൽ ലെങ്ത്ത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് P കിട്ടും 5219.62 ന്യൂട്ടൺ കിട്ടും. മുമ്പ് ചെയ്ത പ്രോബ്ലത്തിനെ പോലെയാണ് ഒരു മാറ്റം, സർക്കുലാർ ആണെന്നാണ് മാറ്റം. ഇനിയിപ്പോൾ അടുത്ത പ്രോബ്ലത്തിനകത്ത് ക്യാൻഡിലീവർ ബീമാണ്. സൈസ് റെക്റ്റാങ്കുലർ ആണ്. 200/200 വിച്ച് ക്യാരീസ് എ ലോഡ് ഓഫ് 12 kN ഫ്രീ എൻഡ്. ഏറ്റവും എക്സ്ട്രീം എൻഡിൽ ഒരു 12 kN ലോഡ് ഉണ്ട്. സ്പാൻ ഓഫ് കാൻഡിലീവർ ഈസ് 2 മീറ്റർ. 2 മീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത്. ഫൈൻഡ് ദി ബെൻഡിങ് സ്ട്രെസ്. എം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്, F കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ ഫിഗർ ഓഫ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം, സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ വരുമ്പോൾ B 200 തന്നു, D അഗൈൻ 200, L 2 മീറ്റർ ആകുമ്പോൾ mm-ലേക്ക് 2000, ലോഡ് 12 kN, അപ്പോൾ 12000 ന്യൂട്ടൺ. Y 200/2 100 mm ആണ്. F എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫേമസ് ബെൻഡിങ് ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അഗെയിൻ ഈ പകുതി പാർട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ M നമുക്ക് തന്നിട്ടുണ്ട്. Y എന്ന് പറഞ്ഞാൽ 200/2 ആണ് ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്. അതുപോലെ I എന്ന് പറഞ്ഞാൽ BDQ/12 ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും 13.33 mm/4 എന്നുള്ളൊരു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കിട്ടും. അതുപോലെ F എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? P/L ആണ്. W/L ആണ്. W/L ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് W. അതിവിടെ ഇക്വേഷൻ കൊടുത്തിട്ടില്ല, ഇവിടെ ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ, നോക്കുക നിങ്ങൾ. W/L ആണ് ഇതിൻ്റെ മൊമെൻ്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ലോഡ് P/L ലെങ്ത്ത് 2000, അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ M എന്ന് പറഞ്ഞാൽ ഇവിടെ W/L ആണ്, ഇതാണ് ഇവിടെ കൊടുത്തിട്ടില്ല, നോക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ
മൊമെൻറ്റ് കണ്ടുപിടിച്ചു 24 × 10⁶ എന്നുള്ള. അതുപോലെ അതിൻ്റെ ഐ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതുപോലെ y 100 ആണ്, മോള് കണ്ടുപിടിച്ചു. അപ്പോൾ സിമ്പിളാണ്. ഇതിനകത്ത് എല്ലാ ഈ ക്വസ്റ്റ്യനിലും നമ്മൾ ഈ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ബെൻഡിങ് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മൊമെൻറ്റ് കണ്ടു, മൊമെൻറ്റ് കാണാൻ ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടില്ല. ഇക്വേഷൻ ഇവിടെ കിടക്കുന്നുണ്ട് W×L. എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ BMD ആണ്. BMD വരയ്ക്കുക. ഇതിന് നേരെ താഴെയാണ്. ഇതിങ്ങനെ ഒരേ ലൈനിൽ വരണം. അങ്ങനെ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ആൻസറായി. ഇത് മാത്രമേ എനിക്ക് ചോദിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ വേറെ ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യൻ സെയിം ആണ് വരുന്ന ക്വസ്റ്റ്യൻ. എ ബീം ഓഫ് ഐ സെക്ഷൻ, ഇത് ഐ സെക്ഷൻ ആണ്, സിമെട്രിക്കലാണ്. ഐ സെക്ഷൻ 300/120 ആണ്. അതിൻ്റെ ഡെപ്തും വിഡ്ത്തും ഒക്കെ. ഹാസ് ഫ്ലാഞ്ചസ് 20 mm ഉള്ള ഫ്ലാഞ്ച് ഉണ്ട്. ഫ്ലാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ സെൻറ്ററിൽ കാണുന്ന വെബും മുകളിലും താഴെ കാണുന്നതാണ് ഫ്ലാഞ്ച്. ഫ്ലാഞ്ചസ് 20 mm തിക്ക് ആൻഡ് വെബ് 10 mm തിക്ക്, വിച്ച് വിൽ ബി ദി മാക്സിമം സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ഐ സെക്ഷൻ ഫോർ എ ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് 30 kN/m. ബെൻഡിങ് മൊമെൻറ്റ് 30 kN/m ആയിട്ട് മാക്സിമം സ്ട്രെസ് കാണാൻ എഫ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. മൊമെൻറ്റ് നമുക്ക് തന്നും ചെയ്തിട്ടുണ്ട് 30 kN. ഇവിടെ ബ്രെഡ്ത്ത് 120 ആണ് അല്ലേ, ഡെപ്ത്ത് 300 ആണ്, ഡെപ്ത്ത് ഓഫ് ഫ്ലാഞ്ച് 20 ആണ്. അപ്പോൾ ആ 20 പോകുമ്പോൾ ഈ വെബിൻ്റെ ലെങ്ത്ത് 260 ഉണ്ടാവുക അല്ലേ. വെബിൻ്റെ തിക്നെസ് 10 mm ആണ്. എഫ് എന്താ ചോദിക്കുന്നത്? എം 30 kN/m തന്നിട്ടുണ്ട്. അത് MM മാറ്റുമ്പോൾ കിലോന്യൂട്ടണിൽ 10⁻³ മീറ്ററിനെ MM മാറ്റുമ്പോൾ 10⁻³ അപ്പോൾ ടോട്ടൽ 10⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ നമ്മൾ അഗെയിൻ ഈ ബെൻഡിങ് ഇക്വേഷൻ്റെ ഈ പാർട്ട് മാത്രം യൂസ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നോൺ ആണ്. നമുക്ക് കൊടുക്കുക F = my/I. y എന്ന് പറഞ്ഞാൽ 300/2, I എന്ന് പറഞ്ഞാൽ BDQ/12. അതിനകത്ത് ചെറിയൊരു ഇതുണ്ട്. അതായത് BDQ/12 മൈനസ് സ്മോൾ BDQ/12 ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിനെ എല്ലെണ്ണത്തിനെയും ഒരൊറ്റ ഇതാക്കി കൺസിഡർ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഈ ഗ്യാപ്പ് ആണ് മൈനസ് ചെയ്തു. അതായത് വലുതിൻ്റെ BDQ/12 മൈനസ് ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 260 ആണ് ഡെപ്ത്ത്. അതുപോലെ അതിൻ്റെ വിഡ്ത്ത് 120 10 പോയത്, അത് 110 ആണ്. അപ്പോൾ 260³ 110 × 260³ ആണ് അതിൻ്റെ ഈ ഗ്യാപ്പ് ഉണ്ടാകുക. ശ്രദ്ധിച്ച് ഒരു പ്രാവശ്യം പറയാം. ഈ വലുതെന്ന് ഈ ഗ്യാപ്പ് വരുന്ന ഭാഗമാണ് കുറച്ച് കഴിഞ്ഞു. അത് അങ്ങനെയാണ് നമ്മൾ I കണ്ടുപിടിക്കുന്നത്. സിമ്പിളാണ് അങ്ങനെ ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഡെപ്ത്ത് ഇവിടെ വലുതിൻ്റെ 300 വിഡ്ത്ത് 200 ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ 120 300³ മൈനസ് സ്മോൾ BDQ ചെയ്യുമ്പോൾ ഈ 120 10 പോകും, ഈ വെബിൻ്റെ പോർഷൻ പോകും. അപ്പോൾ 110 ആണ് അവിടെ വിഡ്ത്ത്. പിന്നെ ഇതിൻ്റെ ഡെപ്ത്ത് 260 ആണ് /12. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് I കിട്ടും. I എന്നിട്ട് നമ്മൾ ഇക്വേഷനിൽ അങ്ങോട്ട് കൊടുത്താൽ F കിട്ടും. F 413.27 Nm/mm². ആണ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരു റീഅറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ലോഡാണ്. F ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്, ലോഡാണ് കാണേണ്ടത്. അതുപോലെ question: a 300 mm deep and 160 mm wide rolled steel joist of I section has flanges 10 mm thick. ഫ്ലാഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മുകളിലത്താണ്, അതിന് 10 mm തിക്കാണ്. അതുപോലെ ആൻഡ് വെബ് 8 mm തിക്ക്. വെബ് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിൽ വരുന്ന പോർഷനാണ്, അത് 8 mm തിക്കാണ്. ക്യാരി ഓവർ എ സ്പാൻ ഓഫ് 5 മീറ്ററിലാണ് ഉള്ളത്. ഈ ഫെർമിസിബിൾ
അല്ലെങ്കിൽ അതിൻ്റെ വേറെ ടേം ബെൻഡിങ് സ്ട്രെസ് ഈസ് ലിമിറ്റഡ് ടു 120 ന്യൂട്ടൺ പെർ എം സ്ക്വയർ. എഫ് ആണ് തന്നിരിക്കുന്നത്. പെർമിസിബിൾ സ്ട്രെസ് അത് 120 ന്യൂട്ടൺ പെർ എം സ്ക്വയർ ആണ്. അതുപോലെ നമുക്ക് d/2 അറിയാം. അതുപോലെ I നേരത്തെ ചെയ്ത പോലെ ചെയ്യും. എഫ് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ സിംപ്ലി സപ്പോർട്ടറിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ, മുമ്പൊരു പ്രോബ്ലത്തിൽ ചെയ്ത പോലെ സിംപ്ലി സപ്പോർട്ടറിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ W_L² ആണ്. അതും ഇതിൽ വരുന്ന സിംപ്ലി സപ്പോർട്ടറിൽ UDL വരുമ്പോൾ WL² ആണ്. അപ്പോൾ ഇതിനകത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ലോഡ് കിട്ടും. UDL കാണാൻ, അതായത് സിംപ്ലി സപ്പോർട്ടറിൽ ഇത് വരുമ്പോൾ നമ്മൾ മുമ്പൊരു പ്രോബ്ലം ചെയ്തു. അതിൻ്റെ ഇക്വേഷൻ WL² ആണ്. അപ്പോൾ അതും ഇതും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എമ്മിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 120 F നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. Y നമ്മൾ കണ്ടുപിടിച്ചു. I നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്ത പോലെ വലിയ സെക്ഷനിൽ നിന്ന് ചെറിയ സെക്ഷൻ കുറച്ച് കഴിഞ്ഞു. അത് വലിയ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ സെക്ഷൻ്റെ ഡെപ്ത് 300 ആണ്, അതിൻ്റെ വിഡ്ത്ത് 160 ആണ്. അപ്പോൾ 160 × 300³ മൈനസ് ചെറുതിൻ്റെ 152 ആണ്. കാരണം ഈ 8 കുറയും, ഈ വെബിൻ്റെ ഇത് കുറയും. 152 × 280 ആണ്. 280 എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാഞ്ചിൻ്റെ 2 തിക്നെസ് കുറയും. അപ്പോൾ 280³ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് I കിട്ടും mm⁴. ആ ഇക്വേഷൻ നമ്മൾ ഇതിലങ്ങ് കൊടുക്കുമ്പോൾ I/Y കൊടുക്കുമ്പോൾ നമുക്ക് M കിട്ടും. പിന്നെ ഇതിൻ്റെ സിംപ്ലി സപ്പോർട്ടിൽ UDL വരുമ്പോഴുള്ള ഇക്വേഷനാണ് WL²8. അതിൽ കൊടുക്കുമ്പോൾ നമുക്ക് ലെങ്ത്തും എല്ലാം അറിയാം, W മാത്രമേ അറിയാത്തേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ അങ്ങ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് W കിട്ടും. W 2077.69 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ടുഡേയ്സ് പ്രസൻറ്റേഷൻ. എല്ലാം ഒരു സിമിലർ പ്രോബ്ലമാണ്, സിമിലർ ഇക്വേഷനാണ്. ചിലപ്പോൾ ഐഡിയ മാറും, ചിലപ്പോൾ നമ്മൾ W ചെയ്യണം. ഇതിൻ്റെ നേരെ റിവേഴ്സ് ആയിരുന്നു ഇതിന് തൊട്ട് മുമ്പത്തെ പ്രോബ്ലം. ഇവിടെ നമ്മൾ W കണ്ടുപിടിച്ചു, ഇപ്പുറത്ത് നമ്മൾ F കണ്ടുപിടിച്ചു. W തന്നു, ഇവിടെ നമുക്ക് F ആണ് ചോദിച്ചിരുന്നത്. ഇവിടെ അത്രയും പെർമിസിബിൾ F തന്നു, ഇത്ര ലോഡ് കിട്ടുകയെന്ന് ചോദിച്ചു. ഏകദേശം സെയിമാണ് രണ്ട് പ്രോബ്ലം. അതുപോലെ ഇതിന് തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്ത് ക്യാൻഡിലീവറാണ്. ക്യാൻഡിലീവറിനകത്ത് ചെയ്ത ഐഡിയ ഇത് തന്നെയാണ്. ക്യാൻഡിലീവറിൽ അങ്ങനെ എക്സ്ട്രീമെൻറ്റിൽ വരുമ്പോൾ അതിൻ്റെ W ആണ് മൊമെൻറ്റ് കാണാൻ, അതിൻ്റെ മൊമെൻറ്റ് കാണാൻ W×L ആണ്. W×L ആണ്. W×L വെച്ചിട്ട് നമ്മളതിൻ്റെ മൊമെൻറ്റ് കണ്ടു. ആ മൊമെൻറ്റിനെ നമ്മൾ ഇതിലങ്ങ് ഇട്ട് കൊടുത്തു, ഈ ബെൻഡിങ് ഇക്വേഷനിലങ്ങ് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് I നമ്മൾ BD³ വെച്ച് കണ്ടു. അതുപോലെ Y നമ്മൾ D/2 ആണ്, അത് വെച്ച് കണ്ടു. അതുകൊണ്ട് F കണ്ടുപിടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ രണ്ടാമത്തെ പ്രോബ്ലം. മൂന്നാമത്തെ പ്രോബ്ലം, അങ്ങനെ 3 പ്രോബ്ലമാണ്. ഇവിടെ ഒരു പ്രോബ്ലം മുമ്പ് ചെയ്ത പോലെയുള്ള പ്രോബ്ലം തന്നെയാണ്. അത് PAB/L W എന്ന് പറഞ്ഞാൽ PAB/L മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. ലോഡ് കാണാനുള്ളായിരുന്നു. മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ റിവേഴ്സ് ആയിരുന്നു ലോഡ് കാണാൻ. അത് റിവേഴ്സ് ചെയ്തപ്പം രണ്ട് മൊമെൻറ്റും കൂടി ഇക്വേറ്റ് ചെയ്തു. ഈ രണ്ട് മൊമെൻറ്റും ഇക്വേറ്റ് ചെയ്തു, ഈ രണ്ട് ഇക്വേഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലോഡ് കിട്ടും. അതുപോലുള്ളൊരു ഐഡിയ തന്നെയാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത്. രണ്ട് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോഡ് കിട്ടും. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് പ്രസൻറ്റേഷൻ. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാംസ്.